പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിപാവനമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഇതാ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നാം ഒത്തുചേർന്നിരിക്കുകയാണ്. അവിടുന്ന് കൃപയാൽ നമ്മെ സന്ദർശിക്കുന്നു. അവിടുത്തെ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു. അവിടുത്തെ വാത്സല്യം നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നു. അവിടുത്തെ മനോഹരമായ കരങ്ങൾ നമ്മെ ആവരണം ചെയ്യുന്നു. തിരുവചനം കൊണ്ട് അവൻ നമ്മെ അഭിഷേകം ചെയ്ത് നിറയ്ക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. നമുക്ക് ദൈവ തിരുവചനത്തിനായിട്ട് കാതുകൊടുക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി ആ ലേഖനത്തിലെ പ്രധാന പരാമർശ വിഷയങ്ങളിലൊന്നായ സന്തോഷത്തെക്കുറിച്ച് നാം പരിചിന്തനം ചെയ്തുകൊണ്ടിരുന്നല്ലോ. ഇന്ന് ആ ലേഖനത്തിലെ മറ്റൊരു ധ്യാന വിഷയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. ഈ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 9, 10, 11 തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് ക്രിസ്തുവിൻ്റെ നാളിനായി, ക്രിസ്തു വീണ്ടും വരുമ്പോൾ ചേർക്കപ്പെടേണ്ടതിനായി, കർത്താവിൻ്റെ പുനരാഗമനത്തിൽ പങ്കാളികളാകേണ്ടതിനായി, മഹത്വപ്രത്യക്ഷതയിൽ അവനോട് ചേരേണ്ടതിനായി, അവൻ ഒരുക്കി വയ്ക്കുന്ന സ്വർഗമണവറയിൽ പങ്കാളിത്തം കിട്ടേണ്ടതിനായി, മണവാളനായ മശിഹായുടെ മഹത്വം നിറഞ്ഞ മാർവിൽ ഇടം കിട്ടേണ്ടതിനായി, സ്വർഗത്തിലെ നിത്യ മണവറവാസത്തിൽ മണവാട്ടി എന്ന പദവിയിൽ തമ്പുരാനോട് ചേർന്ന് വാസം കൊള്ളേണ്ടതിനായി ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളെല്ലാവരും നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും അഥവാ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്തു വലിയ ഒരു ദർശനമാണ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയെക്കുറിച്ച് കണ്ടത്. അത് നമ്മെക്കുറിച്ചുമാണല്ലോ. നാം നിഷ്കളങ്കരായിരിക്കണം, നിർമ്മലരായിരിക്കണം, ഇതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ കേൾക്കുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ നിവൃത്തീകരണത്തിൽ നമ്മളും പങ്കാളികളായി തീരേണ്ടതിന്, ആ അനുഭവം നമുക്ക് അന്യമായി പോകാതിരിക്കേണ്ടതിന് നമ്മളെല്ലാവരും നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമാകണം എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. 2 ചിന്തകളാണ്, 2 വാക്കുകളാണ് ഇവിടെ പറഞ്ഞത്. 1 നിർമ്മലരായിരിക്കുക, 2 ഇടർച്ചയില്ലാത്തവരായിരിക്കുക. ഒന്നാമത്തേത് ഇങ്ങനെ പറയുന്നു, നിർമ്മലരായിരിക്കണം. തിന്മയുടെ യാതൊരു കലർപ്പും കൂടാതെ ദൈവീക വിശുദ്ധിയിൽ തികഞ്ഞവരായിത്തീരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. തിന്മയുടെ യാതൊരു കലർപ്പുമില്ലാതെ ദൈവീക വിശുദ്ധിയിൽ തികഞ്ഞവരാകണം നമ്മൾ. അത് സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് പോയാൽ ആത്മവിശുദ്ധി പ്രാപിക്കണം. ഒരു മനുഷ്യൻ തൃത്വസ്വരൂപിയാണല്ലോ. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഈ 3 തലങ്ങളിലും ഒരു മനുഷ്യൻ പരിപൂർണ വിശുദ്ധി കണ്ടെത്തേണ്ടതിനെക്കുറിച്ചാണ് ഇവിടെ വിശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നൈർമല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നാമത് നാം ആത്മവിശുദ്ധി പ്രാപിക്കണം. ആത്മവിശുദ്ധി എന്നത് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് ഏത് തലങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവശക്തിയാൽ ഉടലെടുത്തവനാണ്, ദൈവത്താൽ നിലനിൽക്കുന്നവനാണ്, ദൈവത്തിൽ നിലനിൽക്കേണ്ടവനാണ്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും സ്വയം നിൽക്കാൻ ശ്രമിക്കുന്നവനും സ്വയം ആകാൻ ശ്രമിക്കുന്നവനും ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നവനും ദൈവത്തെ മാറ്റിക്കളയാൻ ശ്രമിക്കുന്നവനും അഹന്ത കൊണ്ട് അന്ധനായി പോകുന്നവനുമാണ്. ഇവിടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധി വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നത്. ദൈവത്തിലുള്ള അവിശ്വാസം ഒരാളെ ആത്മാവിൽ അശുദ്ധനാക്കി തീർക്കുന്നു.
ദൈവത്തെ അവിശ്വസിക്കുക. അതോടൊപ്പം തന്നെ ഈ ദൈവത്തിലുള്ള അവിശ്വാസം പല ആളുകളെയും അന്യദൈവങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ചാരാധിക്കുന്ന ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ച് എനിക്ക് ആശങ്കയോ സംശയമോ ഒക്കെ ഉളവാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവം മതിയായവനല്ല എന്നൊരു ചിന്ത വരുമ്പോൾ, ഈ ദൈവം പോരാത്തവനെന്ന് ഒരു ബോധം വരുമ്പോൾ അന്യദൈവങ്ങളിലേക്കുള്ളതായ അന്വേഷണം വരും. അതിനെ പ്രേരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ കാണും. അവരെയൊക്കെ ഒരുപക്ഷെ പിശാച് ഒരുക്കി നിർത്തിയതുമാകും. ഇങ്ങനെയൊരവസ്ഥയിലേക്ക് ഒരാളുടെ ജീവിതം വഴുതി മാറുമ്പോൾ ആ ആളുടെ ജീവിതത്തിൽ ആത്മാവിൽ കളങ്കം കയറി വരികയാണ്. ദൈവത്തോട് മനുഷ്യന് ബന്ധമുണ്ടാകേണ്ടതിനാണ് ദൈവം അവനിൽ ആത്മാവിനെ നിശ്വസിച്ചത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആത്മാവില്ല, മനുഷ്യന് മാത്രമേ ഇതുള്ളൂ. അത് ദൈവബന്ധത്തിൽ അവൻ്റെ ജീവിതം നിലനിൽക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവബന്ധത്തിൽ നിന്ന് അവൻ അകലുമ്പോൾ, ദൈവത്തിൽ അവൻ അവിശ്വാസം രേഖപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റ് മുഖാന്തരങ്ങളെ തേടി അവൻ പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അശുദ്ധി കടന്നു വരികയാണ്. അതോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു ചിന്തയാണ് ദൈവത്തെ സംശയിക്കുക എന്ന ഒരവസ്ഥ. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഈ സംശയമെന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അത് ഇതിപ്പോൾ സംസാരിക്കുമ്പോഴറിയാം. വിശ്വാസികളെന്നൊക്കെ പേരുള്ള ആളുകളിൽ ഒത്തിരി പേരും ദൈവത്തെ സംശയിക്കുന്നവരും ദൈവവചനത്തെ സംശയിക്കുന്നവരുമാണ്. തുറന്ന ഒരു സംഭാഷണത്തിന് ഒരിടത്ത് നിന്നുകൊടുത്താൽ ഒരുപാട് ആളുകൾ ദൈവവചനത്തിൽ സംശയം ഉന്നയിക്കുന്നവരാണ്. അതുപോലെ ദൈവത്തിൻ്റെ നിലപാടുകളിലൊക്കെ സംശയം ഉന്നയിക്കുന്നവരാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ. വ്യക്തിപരമായ ജീവിതത്തിൽ ആസ്വദിപ്പാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും നിഷേധം പറയുന്നത് കൊണ്ട് അത് അംഗീകരിക്കാനുള്ള പ്രയാസം മൂലം ദൈവവചനത്തിൽ സംശയം രേഖപ്പെടുത്തുക. ദൈവത്തിലും മറ്റുള്ള സാധ്യതകളൊക്കെ ആസ്വദിക്കണമെന്ന ഉള്ളിലെ ചിന്ത കൊണ്ടാണ് ഈ സംശയം ഉളവാകുന്നതും അത് ചോദ്യം ചെയ്യുന്നതായി വരുന്നതും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംശയം തോന്നിയാൽ ഒരാളുടെ ജീവിതത്തിൽ സ്വാഭാവികമായും അവർ ദൈവവചനത്തിൽ അവിശ്വാസമുള്ളവരായി മാറും. ആ ഒരു അകന്നുമാറലാണ് അവരുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഒരു അകന്നുമാറലാണ് ആദമിനും ഹവ്വയ്ക്കും അബദ്ധം പറ്റിപ്പോയത്. ഒരു വശത്ത് ദൈവത്തിൻ്റെ കൽപ്പന നിൽക്കുന്നു, മറുവശത്ത് പാമ്പിൻ്റെ പ്രേരണ നിൽക്കുന്നു. ദൈവകൽപ്പനയേക്കാൾ പാമ്പിൻ്റെ പ്രേരണ മധുരമുള്ളതാണ്. ദൈവകൽപ്പന പറയുന്നത് തിന്നരുത്, നീ മരിക്കും. പാമ്പിൻ്റെ പ്രേരണ പറയുന്നത് തിന്നാം, മരിക്കയില്ല, മാത്രമല്ല നീ ദൈവത്തെ പോലെയാകും. ഒന്ന് ചിന്തിച്ചേ, ഇത് വളരെ മധുരമുള്ള ഒരാലോചനയാണ്. ഈ ആലോചനയുടെ മുമ്പിൽ മനുഷ്യൻ പകച്ചുപോയിട്ട് ദൈവത്തിൽ സംശയമുണ്ടായി, ദൈവത്തിൻ്റെ കൽപ്പനയിലും സംശയമുണ്ടായി. സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട വേള വന്നപ്പോൾ ഈ മധുരമുള്ള ആലോചനയിലേക്ക് മനസ്സ് ചാഞ്ഞുപോയി. ആത്മാവിൻ്റെ വീഴ്ചയാണ്, ആത്മാവിലെ കളങ്കപ്പെടലാണ്. ദൈവവചനം അത് ശക്തമാണ്. അതിൻ്റെ മധുരമല്ല നോക്കേണ്ടത്, അതിൻ്റെ ആഴം, അതിൻ്റെ ശക്തി. ദൈവം അത് പറഞ്ഞെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇത് അംഗീകരിക്കാനുള്ള മനസ്സ്. സ്വാതന്ത്ര്യവും സ്വതന്ത്ര ചിന്തയും ഒക്കെ പറയുന്ന മനുഷ്യൻ ദൈവത്തെ പിടിച്ചു കെട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സാധ്യമാകില്ല ദൈവമക്കളെ, അതിൽ മനുഷ്യൻ പരാജയപ്പെടും. ഓർക്കുക, ഇങ്ങനെ വരുമ്പോൾ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുതും. നമ്മുടെ ആളുകളിൽ ഒത്തിരി പേർക്ക് അന്ധവിശ്വാസങ്ങൾ ഒരുപാടാണ്. ഈ അന്ധവിശ്വാസം ആധിക്യം കൊള്ളുമ്പോൾ മനുഷ്യന് സ്വസ്ഥതയില്ലാതെയാവും, മൊത്തം ഭയമായി മാറുകയാണ്. സമയത്തെക്കുറിച്ചുള്ള പേടി, നാളിനെക്കുറിച്ചുള്ള പേടി, രാഹുവിനെക്കുറിച്ചുള്ള പേടി, അതുപോലെ തന്നെ മറ്റ് പല മുഖാന്തരങ്ങളെക്കുറിച്ചുള്ള പേടി. ഇങ്ങനെ പേടിച്ച് 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 ഒന്നും സമയം നോക്കാതെ ചെയ്യില്ല, മുഹൂർത്തം നോക്കാതെ ചെയ്യില്ല, ഒന്നിനെക്കുറിച്ചും ധൈര്യമില്ലാത്ത ഒരവസ്ഥ. സത്യത്തിൽ ഇതൊരു മാനസിക തകരാറാണ്. സത്യദൈവമായ കർത്താവ് സർവശക്തനായി മുഴുസമയവും എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് പ്രകാശമായി എന്നെ പരിപാലിക്കുന്നുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ള ഒരു ദൈവ പൈതലിന് ഈ വക ചഞ്ചലിപ്പോ അന്ധവിശ്വാസങ്ങളോ ഉണ്ടാകില്ല. ഉള്ളവർ ഈ തലങ്ങളിൽ വിശുദ്ധരായി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരുപാട് പേർക്ക് പ്രയാസം തോന്നിയേക്കാം.
പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല ദൈവമക്കളെ. സത്യത്തിനൊരു മുഖമേ ഉള്ളൂ. ആ മുഖം സത്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ എങ്ങനെ കഴിയും? അബദ്ധത്തിൽപ്പെട്ടു പോകുന്നു നമ്മളെല്ലാം. നമ്മൾ അറിയാതെ ഈ ഭയപ്പെടുത്തുന്ന ഏതൊക്കെയോ ഉപദേശ സംഹിതകൾക്ക് അടിമ വയ്ക്കുകയാണ് നമ്മളെ. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. ദാവീദ് മഹാരാജൻ എന്താ പാടിയത്? 23-ാമത്തെ സങ്കീർത്തനത്തിലെ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ലെന്ന്. ഈ കൂരിരുൾ താഴ്വര എന്ന വാക്ക് പരിഭാഷപ്പെടുത്തിയത് അപ്പോൾ വന്ന ഒരു ചെറിയ പിഴവിൽ വന്നു പോയതാണ്. ശരിക്കും ആ വാക്യത്തിൻ്റെ പരിഭാഷ അങ്ങനെയല്ല. അവിടെ വരേണ്ട വാക്ക് കൂരിരുൾ താഴ്വര എന്നല്ല. മരണനിഴലിൻ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം സർവശക്തനാണെന്നും അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുമുള്ള ഉറപ്പാണ് ദാവീദിനെ ബലപ്പെടുത്തുന്നത്. പിന്നെ അവന് ഭയമില്ലല്ലോ. പിന്നെ അവൻ അന്ധവിശ്വാസത്തിൻ്റെ കാര്യമില്ലല്ലോ. ഭയം ഒരാളിൽ നിറയുമ്പോഴാണ് അവർ അന്ധവിശ്വാസികളായി മാറുന്നത്. ഇത് ആത്മാവിൻ്റെ കളങ്കം തന്നെയാണ്. അവർക്ക് മഹത്വ പ്രത്യക്ഷ നാളിൽ കർത്താവിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവർ നിർമ്മലരായി ദൈവത്തെ കാണുകയില്ലല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, ഭയം നീക്കിക്കളക. ഭയം നീക്കിക്കളയുന്നവനിലേക്ക് വരിക. കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ഭയം മാറ്റുന്നവൻ. അവൻ നിന്നെ ഉറപ്പിക്കുന്നവൻ, ബലപ്പെടുത്തുന്നവൻ, ശക്തീകരിക്കുന്നവൻ. ആ കർത്താവിൽ നിൻ്റെ മനസ്സുറച്ചിരിക്കട്ടെ. ആത്മാവ് കളങ്കപ്പെടാതെ കരുതുക. വീണ്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിനെയാണ് രണ്ടാമത് കളങ്കപ്പെടുത്തുന്നത്. മാനസിക വിശുദ്ധി പ്രാപിക്കണം. മനസ്സിലെ കളങ്കങ്ങളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുമ്പോൾ മനനം ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സിൽ പലപ്പോഴും തിക്തതകൾ നിറഞ്ഞു വരും. തെറ്റായ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞു വരും. അതിൽ നിന്ന് സ്വാർത്ഥനായ മനുഷ്യൻ ഉടലെടുക്കുന്ന പാപചിന്തകളാണ് പറയുന്നത്. മറ്റു മനുഷ്യരോടുള്ള വെറുപ്പ്, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കൂടപ്പിറപ്പുകളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ആരോടെങ്കിലുമുള്ള വെറുപ്പ് മാനസിക അശുദ്ധിയാണ്. അതുപോലെ തന്നെയാണ് വിദ്വേഷം. വെറുപ്പിൻ്റെ കുറച്ചുകൂടെ കടന്ന ഒരു തലമാണ് വിദ്വേഷം. വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാൾ എപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം വരാൻ ആശിക്കും. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. വിദ്വേഷം ഉള്ളിൽ ഉറപ്പിക്കുന്ന ഒരാൾ താൻ ദ്വേഷിക്കുന്ന ആളെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവായി മാത്രം സംസാരിക്കും. പോസിറ്റീവായി ഒന്നും പറയാനുണ്ടാകില്ല. ആരെങ്കിലും ആ ആളെക്കുറിച്ച് പോസിറ്റീവായി വല്ലതും പറഞ്ഞാൽ അവരോട് ഏറ്റുമുട്ടും. മാത്രമല്ല, അവരെ തിരുത്താൻ വേണ്ടി ആ ആളെക്കുറിച്ച് കൂടുതൽ മോശമായി സംസാരിക്കും. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെക്കുറിച്ചായിരിക്കും. പക്ഷെ വിദ്വേഷം, അതുപോലെ തന്നെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന പക, നശിച്ചു കാണണം, ആ ആൾ നശിച്ചു കാണണം, അല്ലെങ്കിൽ ആ കുടുംബം നശിച്ചു കാണണം, ആ ആൾ ഇല്ലാതെയാകണം, ഇങ്ങനെയുള്ളതായ ചിന്ത. പകയുള്ളവർ ചിലപ്പോൾ കൊല്ലാൻ തന്നെ മടിക്കില്ല. അതിങ്ങനെ വിഷമായി ഉള്ളിൽ ഇങ്ങനെ കിനിഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലരിലത് ആളിക്കത്തുന്ന അഗ്നിയാണ് പക. അതിങ്ങനെ കൊണ്ടു നടക്കുകയാണ് ആളുകൾ. അങ്ങനെയാണല്ലോ ഈ കൊലപാതകങ്ങൾ പലതും നടക്കുന്നത്. 10-15 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന് മറുകൊലപാതകം നടത്താൻ രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നതും ഈ പക ഉള്ളിലിട്ടുകൊണ്ട് നടക്കുന്നതിനാലാണല്ലോ. ദൈവമക്കളെ, അവിടെയും നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതുപോലെ തന്നെയാണ് കയ്പ്. ചില ആളുകളുടെ ഉള്ളിൽ നിറച്ച് കയ്പാണ്. ഈ കയ്പുള്ള ആളുകളെ നോക്കി ചിരിക്കില്ല, സന്തോഷം പ്രകടിപ്പിക്കില്ല, ആനന്ദം പ്രകടിപ്പിക്കില്ല. അവരുമായി ഒരിക്കലും നല്ല സഹവാസമുണ്ടാകില്ല. എപ്പോഴും ഇങ്ങനെ കയ്പോടെ പെരുമാറുക. അതുപോലെ തന്നെയാണ് ഈർഷ്യത. ഇതതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. എപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുക, കുത്തുവാക്കുകൾ സംസാരിക്കുക, അപമാന വാക്കുകൾ സംസാരിക്കുക, മുറിവേൽപ്പിച്ച് സംസാരിക്കുക. അത് ഈർഷ്യതയുള്ളവരിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇതൊക്കെ മാനസികമായ അശുദ്ധിയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അഹങ്കാരം ഇതിൽ എണ്ണം പറഞ്ഞ ഒന്നാമത്തേതാണ്. ഞാനെന്ന ഭാവം അതൊരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ മറ്റാരെയും അംഗീകരിക്കാനോ, മറ്റാർക്കെങ്കിലും കീഴ്പ്പെടാനോ, മറ്റാരെയെങ്കിലും ബഹുമാനിക്കാനോ, മറ്റാരെയെങ്കിലും ആദരിപ്പാനോ ഒരാൾക്ക് കഴിയാതെ വരും. അതോട് ചേർത്ത് വയ്ക്കുക നിഗളം. നിഗളം എന്നൊക്കെ പറയുന്നത്
അഹങ്കാരത്തിൻ്റെ കുറേ കൂടെ കടന്ന ഒരു പടിയാണ്. നിഗളി എപ്പോഴും തന്നെ അഹങ്കാരം നിരന്തരം വെളിപ്പെടുത്തുന്നയാളാണ്. അഹങ്കാരം ഉള്ളതുകൊണ്ട് ഒരാളത് വെളിപ്പെടുത്തണമെന്നില്ല. എന്നാൽ നിഗളി അഹങ്കാരം എല്ലാ ഇടങ്ങളിലും വെളിപ്പെടുത്തും. അവർ ഇരന്ന് അടി വാങ്ങുന്നവരാണ്. ദൈവസന്നിധിയിലും അങ്ങനെ തന്നെയായിരിക്കും. അത് ആ മനസ്സിൻ്റെ അശുദ്ധിയാണ്. അതുപോലെ തന്നെ മത്സര മനോഭാവം. ചില ആളുകൾ എവിടെ ചെന്നാലും മത്സരമാണ്. ഞാൻ ഒന്നാമത്, എനിക്കൊന്നാമത്, എവിടെയും ഞാൻ ഒന്നാമത്, എവിടെയും ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഞാൻ പറയുന്ന വാക്ക് എല്ലാവരും അനുസരിക്കണം. അത് നല്ലതായാലും ചീത്തയായാലും എൻ്റെ ചിന്താഗതിക്ക് എതിർ ചിന്താഗതി വന്നുകൂടാ. തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്നില്ലേ? അതുപോലെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു മാനസിക അവസ്ഥയാണത്, മത്സര മനോഭാവം. അതുപോലെ പാപചിന്ത, ധ്യാനങ്ങളിൽ നിറഞ്ഞു കവിയുന്നത് പാപമാണെങ്കിൽ അത് എപ്പോഴും മനസ്സിൽ ചിന്തിച്ച് ധ്യാനിച്ച് ആസ്വദിക്കുന്നുവെങ്കിൽ പാപചിന്തകളാൽ മലിനപ്പെടുന്നവർ മാനസികമായി അശുദ്ധരാണ്. പാപത്തെക്കുറിച്ചുള്ള ധ്യാനം ഒരാളെ അശുദ്ധനാക്കുന്നു. മനസ്സിങ്ങനെ സഞ്ചരിക്കുന്ന വേളകളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കില്ലേ? ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നത് പാപസുഖങ്ങളെ ആസ്വദിച്ചുകൊണ്ടാണ്. ആ ചിന്തകൾ മനസ്സിൻ്റെ അശുദ്ധിയാണ്. അസൂയയും ദ്രവ്യാഗ്രഹവും ആഡംബര പ്രമത്തതയും വ്യഭിചാര ചിന്തയും സ്ഥാനമാനമോഹങ്ങളും ഒക്കെ ഇതോട് ചേർത്ത് വയ്ക്കാവുന്നവയാണ്. അങ്ങനെ വരുമ്പോൾ മാനസികമായ അശുദ്ധി ഒരാളെ വലിയ കുഴപ്പത്തിലാക്കും. ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് മാനസിക വിശുദ്ധി പ്രാപിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും ആ നിലകളിലേക്ക് മാറണം. ഇപ്പോൾ ഒരുപക്ഷെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയെല്ലാം പെറുക്കിക്കളഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ടാകും? പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, കല്ല് പെറുക്കിക്കളഞ്ഞാൽ പിന്നെ അരി ബാക്കി കാണില്ല എന്ന്. ദൈവമക്കളെ, ശൂന്യതയാകട്ടെ, ആ ശൂന്യതയിൽ ദൈവകൃപ വന്ന് നിറയും. ആ ശൂന്യതയിൽ ദൈവസ്നേഹം വന്ന് നിറയും. ആ ശൂന്യതയിൽ കർത്താവിൻ്റെ കരുണ വന്ന് നിറയും. അപ്പോഴാണ് നാം വിശുദ്ധരായി മാറുന്നത്. എല്ലാം പെറുക്കിക്കളയുക. മൂന്നാമത് പറഞ്ഞാൽ ശാരീരിക വിശുദ്ധി പ്രാപിക്കണം. മനുഷ്യൻ തൃത്വസ്വരൂപിയാണ്. ശാരീരിക വിശുദ്ധി പ്രാപിക്കണം. നാം കുളിക്കുന്നവരാണ്. കുളിച്ചതുകൊണ്ട് മാത്രം ശരീരം വിശുദ്ധമാകില്ല. ഈ ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇതിന് കളങ്കം വരാതെ കരുതണം. മദ്യപാനം അതിനെ കളങ്കപ്പെടുത്തും, തർക്കമില്ല. അതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കുന്ന വെറിക്കൂത്തുകൾ, അശ്ലീല കാഴ്ചകൾ, അതിലിടപെടുന്നവർ ശരീരത്തെ അശുദ്ധമാക്കും. വ്യഭിചാരം ചെയ്യുന്നവർ ശരീരത്തെ പാപം കൊണ്ട് അശുദ്ധമാക്കും. പ്രിയപ്പെട്ടവരെ, അശുദ്ധമായ കാഴ്ച, അശുദ്ധമായ കേൾവി, അശുദ്ധമായ പ്രവർത്തികൾ ഒരാളുടെ ശരീരത്തെ മലിനമാക്കും. ചുരുക്കത്തിൽ നിർമ്മലരാവുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ആത്മശരീര മനസ്സിൻ്റെ കറകളങ്കങ്ങൾ പരിപൂർണമായും കഴുകി വെടിപ്പാക്കി ദൈവസന്നിധിയിൽ വിശുദ്ധരായി നിൽപ്പാൻ ഒരുങ്ങുക. പ്രാക്ടിക്കലാക്കാൻ ഒത്തിരി പ്രയാസമുള്ള ഒരു സംഗതിയാണ് ഇത്. പ്രയാസപ്പെട്ട് ഇതിനെ പ്രാക്ടിക്കലാക്കുമ്പോഴാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ വാട്ടം, മാലിന്യം, നാശം എന്നിവയില്ലാത്ത നിത്യ ആനന്ദത്തിൽ ഓഹരിക്കാരും അവകാശികളുമായി തീരുവാൻ ഭാഗ്യം കിട്ടുന്നത്. വീണ്ടും പറയുന്നു, നിഷ്കളങ്കരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. അതേ സംബന്ധിച്ച് പറയുമ്പോൾ, ഒന്ന്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകാൻ പാടില്ല. രണ്ട്, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകാൻ പാടില്ല. ഈ രണ്ട് ബന്ധങ്ങളാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകരുത്, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടാകരുത്. മറ്റുള്ളവർക്ക് മുറിവും വേദനയും സമ്മാനിക്കുന്നവരാണ് അവർക്ക് ഇടർച്ചയുണ്ടാക്കുന്നത്. സ്നേഹിക്കേണ്ട ഒരാൾ സ്നേഹം തരാതിരുന്നാൽ സ്നേഹിക്കപ്പെടേണ്ട ഒരാൾ ഇടറിപ്പോകും. കരുതൽ കൊടുക്കേണ്ട ഒരാൾ കരുതൽ കൊടുക്കാതിരുന്നാൽ കരുതപ്പെടേണ്ട ഒരാൾ ഇടറിപ്പോകും. ഓർക്കണം, ദൈവം നമ്മുടെ നിലപാടുകൾ മൂലം മുറിവേറ്റിരിക്കുന്നുവെങ്കിൽ, നമ്മളാൽ സ്നേഹിക്കപ്പെടേണ്ടവർ നമ്മളത് നിഷേധിച്ചത് മുഖാന്തരം മുറിവേറ്റിരിക്കുന്നുവെങ്കിൽ, ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ ഇടർച്ചയുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവത്തിനും മറ്റുള്ളവർക്കും നമ്മുടെ നിലപാടുകൾ മൂലമോ നമ്മുടെ പെരുമാറ്റങ്ങൾ മൂലമോ ഇടർച്ചയ്ക്ക് കാരണമാകരുത്. അവിടെ ചേർത്ത് വയ്ക്കണം, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവരും അവർക്ക് ഇടർച്ചയുണ്ടാക്കുന്നവരാണ്. ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ
മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കരുതെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. സാമാന്യ ജനം എന്നും നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കുന്നവരാണ്. സാമാന്യ ജനത്തിൻ്റെ പ്രത്യേകതയാണത്. സാമാന്യ ജനം എന്നും നേതൃത്വത്തിലേക്ക് ഉറ്റുനോക്കുന്നവരാണ്. നേതൃത്വം ചെയ്യുന്നതൊക്കെ ശരി, അത് എനിക്കും ചെയ്യാമെന്നാണ് പാവപ്പെട്ടവൻ്റെ ചിന്ത. അതിലവരെ കുറ്റം പറയാനൊക്കില്ലല്ലോ. എന്നാൽ മറ്റുള്ളവരെ നയിക്കേണ്ടവർ മാതൃകാപരമായി വർത്തിക്കുന്നില്ലെങ്കിൽ, അവർ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ, അവരെ കണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന സാമാന്യജനം ഇടറിപ്പോവുകയില്ലയോ? ദൈവമക്കളെ, സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത്? ആത്മീയ മേഖലയിൽ എന്താ സംഭവിക്കുന്നത്? പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് പ്രവൃത്തിയിൽ അത് വെളിപ്പെട്ട് വരാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഒരുപാട് പേർക്ക് ഇടർച്ചയായി മാറുന്നില്ലേ പ്രിയപ്പെട്ടവരെ? പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ഇടർച്ചയുണ്ടാകുമ്പോൾ അത് പരാജയമായി മാറുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ ഇടറിപ്പോകരുത് എന്നൊരു ചിന്ത കൂടെ ഇവിടെ ഉണ്ട്. മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നത് ഒരു വശം, സ്വയം ഇടറിപ്പോകുന്നത് മറ്റൊരു വശം. ദൈവവചനം അനുസരിക്കാതെ ഇടറിപ്പോവുക, ദൈവവചനത്തേക്കാൾ മറ്റൊന്നിൻ്റെ വശീകരണ തന്ത്രത്തിൽ കുരുങ്ങി ഇടറിപ്പോവുക. അച്ഛനാദ്യം പറഞ്ഞല്ലോ, ആദമും ഹവ്വയും അങ്ങനെ ഇടറിപ്പോയവരാണ്. ദൈവവചനം അനുസരിക്കാതെ ഇടറിപ്പോയവർ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സുഖകരമെന്ന് തോന്നുന്നതോ ആസ്വാദ്യകരമെന്നോ തോന്നുന്നതോ ആയ സംഗതികളിൽ വശംവദരായി ഇടറിപ്പോയിട്ടില്ലേ എന്ന് പരിശോധിക്കുക. ആ ഇടർച്ച നമ്മളിൽ നിലനിൽക്കുന്നുവെങ്കിൽ തിരുത്തപ്പെടൽ അനിവാര്യമാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ താല്പര്യത്തിൽ നിന്ന് വഴുതി അവരുടെ സ്നേഹത്തിൽ നിന്നും സ്നേഹ കൂട്ടായ്മയിൽ നിന്നും ഇടറിപ്പോകുന്നു വേറൊരു കൂട്ടർ. ഇനി എന്നെ സ്നേഹിക്കേണ്ട ഒരാൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന സംഘർഷം വലുതാണ്. അതുപോലെ എന്നെ സ്നേഹിക്കാൻ കടപ്പെട്ട ഒരാൾ എനിക്ക് ആവോളം സ്നേഹം തന്നിട്ടും ആ സ്നേഹത്തിൽ നിലനിൽക്കാതെ, ആ സ്നേഹം സ്വീകരിക്കാതെ, അവരുമായിട്ട് കൂട്ടായ്മ പങ്കിടാതെ ഞാൻ ഇടറിപ്പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളെ എത്ര സ്നേഹിക്കാൻ ശ്രമിച്ചാലും അവർ പിടിതരില്ല. എത്ര ആദരിക്കാൻ ശ്രമിച്ചാലും അവർ ആ ആദരവിലേക്ക് വരില്ല. എത്ര അംഗീകാരം കൊടുക്കാൻ ശ്രമിച്ചാലും അവർ അതൊന്നും അംഗീകരിക്കില്ല. സ്വയം ഇടറിപ്പോകുന്ന ഒരു കൂട്ടർ. സത്യത്തിൽ പാപത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു തലമാണിത്. ഇടറിപ്പോവുക, ലഭ്യമാകാവുന്ന സാധ്യതകൾ ലഭ്യമായിട്ടും അത് അനുഭവേദ്യമാക്കാതെ അകന്നു പോകുന്ന ഒരവസ്ഥ. സ്വന്തം ജീവിത പങ്കാളിയുടെയോ മാതാപിതാക്കളുടെയോ പ്രിയപ്പെട്ടവരുടെയോ സ്നേഹവും കരുതലും അംഗീകാരവും ലഭിച്ചിട്ടും അവരെ ഒന്നും തിരികെ സ്നേഹിക്കാതെ, അവരോട് ചേർന്ന് നിൽക്കാതെ, അവരോട് സഹവസിക്കാതെ ഒരകലമിട്ട് മാറി നിന്ന് ഏകാന്തതയിൽ ഒതുങ്ങി ഒരു മാനസിക തകരാറുള്ള ആളെപ്പോലെ ജീവിതത്തിൽ വളരെ ഡിസോർഡറായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. സ്വയം ഇടറിപ്പോകുന്ന ഒരവസ്ഥ. അത് വല്ലാത്തൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവർ. ഇങ്ങനെയുള്ളവർ ഓർക്കുക, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ മനോഹര നാളിൽ ആനന്ദസ്ഥലത്ത് വാട്ടവും മാലിന്യവും നാശവുമില്ലാത്ത മഹത്വം അനുഭവിപ്പാൻ ഭാഗ്യം കിട്ടാതെ പോകും. അതുകൊണ്ട് ലഭ്യമാകുന്ന സ്നേഹത്തെ നിഷേധിച്ച് ഇടറിപ്പോകാതിരിക്കാൻ കരുതിക്കൊള്ളുക. ചുരുക്കത്തിൽ കളങ്കപ്പെടലെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കളങ്കപ്പെടരുത്, ഇടറിപ്പോകരുത്. ഒരാളിങ്ങനെ ആയിത്തീരാതെ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ നാളിൽ അവനെ കാണുവാനോ അവനോടുകൂടെ ആനന്ദിക്കുവാനോ ഭാഗ്യമുണ്ടാകില്ല. ഇത് വേറെ ആരും ഉണ്ടാക്കുന്ന കുഴപ്പമല്ല. അതുകൊണ്ട് ഇന്ന് കേട്ട ധ്യാനചിന്ത ഉള്ളിൽ ഉറപ്പിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് സകല അശുദ്ധിയും മാറ്റി കളങ്കരഹിതനായി തീരണം. ആത്മാവിൻ്റെ അശുദ്ധി മാറ്റണം, മനസ്സിൻ്റെ അശുദ്ധി മാറ്റണം, ശരീരത്തിൻ്റെ അശുദ്ധി മാറ്റണം. ഞാൻ എന്നെ തന്നെ കഴുകി വെടിപ്പാക്കണം, നിർമ്മലീകരിക്കണം. ഒപ്പം എൻ്റെ ഇടർച്ചകളെല്ലാം ഞാൻ ഒഴിവാക്കണം. ഞാൻ മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്നുവെങ്കിൽ അത് ഞാൻ പരിശോധിച്ച് തിരുത്തണം. എൻ്റെ ദൈവത്തിന് ഞാൻ കാരണം ഇടർച്ചയുണ്ടാകുന്നുവെങ്കിൽ, എൻ്റെ കൂടെ പാർക്കുന്നവർക്ക് ഞാൻ കാരണം ഇടർച്ചയുണ്ടാകുന്നുവെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ കാരണം ഇടർച്ചയുണ്ടാകുന്നുവെങ്കിൽ ഞാനത് തിരുത്തേണ്ടതുണ്ട്. അതോട് ചേർത്ത് വയ്ക്കണം, ഞാൻ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് ഹേതുവാകാത്തപ്പോൾ തന്നെ ഞാൻ ഇടറിപ്പോകാതിരിപ്പാൻ കരുതിക്കൊള്ളണം. പലരും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടും കരുതിയിട്ടും വാത്സല്യിച്ചിട്ടും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും പിടികൊടുക്കാതെ വഴുതി മാറി ഞാൻ ഇടറിപ്പോകുന്ന വ്യക്തിയാണെങ്കിൽ
ദൈവത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും ഞാൻ വേർപെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഇടർച്ചകൾ എന്നിൽ നിന്ന് മാറിപ്പോകണം. അപ്പോൾ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ മനോഹരമായ ഇടത്ത് മഹത്വമണവാളൻ്റെ മാർവിൽ മഹാ ആനന്ദം അനുഭവിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടാകും. ഇതല്ലോ ഇന്ന് നമുക്ക് തരുന്ന ധ്യാനം. ഈ ലേഖനത്തിലെ വേറെ ചില ആഴമേറിയ ധ്യാനചിന്തകൾ തുടർന്ന് പങ്കിടാം. ഇപ്പോൾ സമയം തീരുന്നത് കൊണ്ട് ഈ സന്ദേശം തീർക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും കേൾപ്പിക്കുകയും ചെയ്ത വിലപ്പെട്ട ധ്യാനചിന്തകൾക്കായി നന്ദി പറയുന്നു. അവിടുത്തെ മഹത്വ പ്രത്യക്ഷ നാളിൽ വാട്ടവും മാലിന്യവും നാശവുമില്ലാത്ത പരമാനന്ദത്തിൽ ഞങ്ങളും അങ്ങയോട് ചേർന്ന് ആനന്ദം കൊള്ളേണ്ടതിന് ഞങ്ങൾ നിഷ്കളങ്കരും അനിന്യരുമായി ഇടറിപ്പോകാത്തവരായി നിർമ്മലരായിരിക്കണമെന്ന് ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പൗലോസ്ലീഹായുടെ പ്രാർത്ഥന പോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയെ കാണണം, മഹത്വത്തിൽ അങ്ങയോട് ചേരണം, നിത്യാനന്ദം അനുഭവിക്കണം. അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധരും നിർമ്മലരും ഇടർച്ചയില്ലാത്തവരുമായി തീരുവാൻ സമർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ രൂപപ്പെടുത്തുവാൻ സഹായിക്കണം. തിരക്കരം ഞങ്ങളുടെ മേൽ വെച്ചിരിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.